ഹായ്, 5.5 സെന്റ് പ്ലോട്ട് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള 1300 സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും ഡിസൈൻ, അതോടൊപ്പം തന്നെ ഒരു വീടിന്റെ നിർമ്മാണ ചെലവ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ ഹരീദ്, അർഗാസിന്റെ പരിപാടിയിലേക്ക് എല്ലാവരും സ്വാഗതം. കേരളത്തിലെ തൃശ്ശൂർ, എറണാകുളം, പാലക്കാട് ജില്ലകളിലാണ് ഞങ്ങൾ കൺസ്ട്രക്ഷൻ വർക്കുകൾ എടുക്കുന്നത്. നിങ്ങൾക്ക് വീട് നിർമ്മിക്കാനോ അല്ലെങ്കിൽ വീടിന്റെ പ്ലാനോ തേടി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 3 ബെഡ്റൂമുകൾ ഉൾപ്പെടുന്ന ഒരു പ്ലാനാണ്. നമുക്ക് ആദ്യം ഈ ഒരു വീടിന്റെ എലിവേഷൻ ഡിസൈൻ ഒന്ന് കണ്ടിട്ട് വരാം. അടുത്തായിട്ട് വീടിന്റെ പ്ലാനാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. വീടിന്റെ പ്ലാനിലുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് 3D പ്ലാൻ കാണാം. വീടിന്റെ പ്ലാനും അതിന്റെ ഡിസൈനിലും കണ്ടല്ലോ. നമുക്ക് ഈ വീടിന്റെ നിർമ്മാണ ചെലവ് എത്ര വരും എന്നുള്ളത് നോക്കാം. ഫൗണ്ടേഷന്റെ വർക്ക് ആദ്യമായിട്ട് ഫൗണ്ടേഷന്റെ നോക്കാണ്. 4,14,151 രൂപയാണ് ഫൗണ്ടേഷന്റെ കോസ്റ്റ് വരുന്നത്. അടുത്തത് സ്ട്രക്ചർ വർക്ക്, അതായത് വാർക്ക വരെയുള്ള 9,58,609 രൂപയാണ് അതിന്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മുടെ സ്ട്രക്ചർ വർക്ക് കംപ്ലീറ്റ് ആകുന്ന ഈ ഒരു സ്റ്റേജിൽ 13,72,759 രൂപയാണ് കോസ്റ്റ് വരുന്നത്. 1,300 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. പിന്നെ അതിന്റെ ഫിനിഷിംഗ് വർക്കുകൾ വരുന്നത് പെയിന്റിങ്, പ്ലാസ്റ്ററിങ്, ടൈല്, ഡോർ, വിൻഡോ, ഇലക്ട്രിക്കൽ, പ്ലംബിങ് കാര്യങ്ങൾക്കൊക്കെ 11,70,775 രൂപയാണ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ആകെ മൊത്തം ടോട്ടൽ വരുന്നത് 25,43,534 രൂപയാണ് ഒരു വീടിന്റെ നിർമ്മാണ ചെലവ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് കിടക്കാം. നമ്മൾ ശരിക്കും അവസാനമായിട്ട് നോക്കേണ്ട കാര്യമാണ് സ്ക്വയർ ഫീറ്റ് റേറ്റ്. പക്ഷേ പല ആൾക്കാരും സ്ക്വയർ ഫീറ്റ് റേറ്റ് ആണ് ആദ്യം പ്ലാൻ വരയ്ക്കുന്നതിന് മുമ്പേ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് വീട് പണി തുടങ്ങുന്നത്. അതിൽ അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം എല്ലാ വീടുകളിലും ഏരിയ സെയിം ആണെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളൊക്കെ വ്യത്യാസമായിരിക്കും. സ്ക്വയർ ഫീറ്റ് റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1,957 അത്യാവശ്യം കുറഞ്ഞൊരു റേറ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ എന്താണ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ വീഡിയോയിലെ കഴിഞ്ഞ വീഡിയോയിൽ ഏതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മണ്ണ് ഫില്ല് ചെയ്യുമല്ലോ തറയിൽ. അപ്പോൾ അതിൽ കോസ്റ്റ് കേരളത്തിൽ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. ഒരു 10,000 രൂപയുടെ ഡിഫറൻസ് ഒരു ലോഡുമ്പോൾ വരുന്നുണ്ട്. അതായത് ഇപ്പം ഞങ്ങളുടെ നാട്ടിൽ തൃശ്ശൂർ ജില്ലയിൽ ഒരു 3,500 ടു ഒരു 5,500, 6,000 രൂപ വരെയാണ് ഒരു ലോഡ് മണ്ണിന് വരുന്നത്, എല്ലാ മണ്ണിനും. പക്ഷേ മലബാർ ഏരിയകളിൽ വടക്കോട്ട് പോകുമ്പോൾ അത് വളരെ കുറവായിട്ട് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ തൃശ്ശൂർ, എറണാകുളം അടുത്തടുത്ത് കിടക്കുന്ന ജില്ലകളാണ്. പക്ഷേ നല്ല വ്യത്യാസം വരുന്നുണ്ട്. അത് മെറ്റീരിയൽസിലും വ്യത്യാസം വരുന്നുണ്ട്, ലേബർ ചാർജിലും വ്യത്യാസം വരുന്നത്. തൃശ്ശൂർ ജില്ലയിലെ ഒരു പണിക്കാരൻ ഒരു ആൾ മേടിക്കുന്ന പൈസ അല്ല എറണാകുളം ജില്ലയിൽ മേടിക്കുന്നത്. അപ്പോൾ ഒക്കെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ എല്ലായിടത്തും ഒരേ ഫിക്സഡ് റേറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ അത് പല സ്ഥലങ്ങളിൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ വരും. അപ്പോൾ മാക്സിമം ഇങ്ങനെ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള എസ്റ്റിമേറ്റ് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വർക്ക് തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യമായിട്ട് ഫൗണ്ടേഷൻ, അതിൻ്റെ എർത്ത് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് 12,000 രൂപ. അതായത് ഫൗണ്ടേഷൻ വേണ്ടിയിട്ട് മണ്ണ് മാറ്റുന്നത്, അതൊരു സൈറ്റിൽ എന്തെങ്കിലും ലെവലില്ലാത്ത സൈറ്റൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നതിന്, എന്തെങ്കിലും മരങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നതിന് 12,000 രൂപ വരും. നമ്മൾ സാധാരണഗതിയിൽ ഇത്രയൊക്കെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള വർക്കില്ലെങ്കിൽ ഹിറ്റാച്ചി കൊണ്ടുള്ള പരിപാടികളൊക്കെ തന്നെയാണ്. പിന്നെ കരിങ്കല്ലിൻ്റെ വർക്ക് 1,55,000 രൂപ വരുന്നുണ്ട്. ബെൽറ്റ് 89,000 രൂപ. എർത്ത് ഫില്ലിങ്, മണ്ണ് ഫില്ല് ചെയ്യാനായിട്ട് നമ്മൾ മണ്ണ് തറ കെട്ടിക്കഴിഞ്ഞ് ബേസ്മെൻറ്റിൽ മണ്ണ് ഫില്ല് ചെയ്തിട്ട് വെള്ളം ഒഴിച്ചിട്ടത്, ആ പരിപാടിക്ക് 83,000 രൂപ വരുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇത് ഇവിടുത്തെ റേറ്റാണ്. തൃശ്ശൂർ ജില്ലയിലെ പല ജില്ലകളിലും പല റേറ്റ് വരും. അപ്പോൾ നമുക്ക് ഒരേ സ്ക്വയർ ഫീറ്റ് റേറ്റിന് എല്ലാ ജില്ലകളിലും വീട് പണിയാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ മനസ്സിലായിട്ട് 83,000 രൂപയാണ് ഇവിടെ എർത്ത് ഫില്ലിങ്ങിനൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ PCC കോൺക്രീറ്റ് 73,000 രൂപ. അങ്ങനെയാണ് നമുക്ക് 4,14,000 രൂപ ഫൗണ്ടേഷൻ്റെ കോസ്റ്റ് വരുന്നത്. അടുത്തത് ബ്രിക്ക് വർക്ക് 4,60,000 രൂപ. ലിൻഡൽ സൺഷെയ്ഡ് 1,16,000 രൂപ. റൂഫ് സ്ലാബ് 3,80,000 രൂപ. ഇത്രയും വരും. പിന്നെ അതിൻ്റെ ഫിനിഷിംഗ് വർക്കുകൾ, പ്ലാസ്റ്ററിങ് 3,18,000, പെയിന്റിങ് 2,34,000, ടൈല് 2,33,000, പിന്നെ ഇലക്ട്രിക്കൽ, പ്ലംബിങ്, ഡോർ, വിൻഡോ ഒരു 3,83,000 ചെയ്തെടുക്കാം. അപ്പം അങ്ങനെയാണ് നമുക്ക് 25,43,534 രൂപ
കോസ്റ്റ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് റേറ്റ് 1957. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ ഇഷ്ടമായിലേക്ക് ഇതുള്ള വീഡിയോസ് താല്പര്യമുള്ള ആൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.